ഹായ്, അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ ഓഫീസ് മാത്രമേ ഉള്ളൂ. അമ്മ എത്തിയിട്ടില്ല കേട്ടോ. അമ്മ വരും എന്താണെന്നറിയില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഇന്ന് കുറേ തിരക്കായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ. അമ്മയും സന്തോഷമായിട്ടും പോയപ്പോൾ തുടങ്ങിയതാണ് ഒരു പനി. എന്നാൽ എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒരു പനി. അപ്പോൾ പിന്നെ ഇന്ന് സന്തോഷമായിട്ടും ചീത്ത പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ രക്തവും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആകെ ശരീരം തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കാണ് എത്തിയത് ഡോക്ടറെ അടുത്ത് നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, വീടിൻ്റെ ടൈല് നോക്കാൻ വേണ്ടി പോയിരുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മളെ വീടിൻ്റെ ടൈലും പണി തുടങ്ങണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നോക്കാൻ പോയി. ഏട്ടൻ്റെ ഫ്രണ്ട് റഫീഖുണ്ട്. അപ്പോൾ ഓരപ്പോൾ അങ്ങനെ നോക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. സമയം 7 മണിയൊക്കെ ആവാനായി തുടങ്ങിയിട്ട് 6:30 അപ്പോൾ നമുക്ക് ചെറിയൊരു വിശേഷം നമ്മൾ ഇങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് നമ്മളെ പുതിയ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലിപ്പോൾ മതിലും പണിയൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് വയ്യാതെ ആയ തിരക്ക് കൂടെയാണ് ഇപ്പോൾ ഇതൊക്കെ നടന്നത്. ഇപ്പോൾ ഇതൊന്നും നമ്മളെ തിരക്ക് കൂടെ കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ നബിദിനത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ മുറ്റം പണി നടന്നിരുന്നത്. മുറ്റം പണി വെച്ചാൽ മുറ്റവും റോഡും ഒന്നായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു മുറ്റം എന്ന് പറയേണ്ടിയിരുന്നില്ല. കാരണം ഒറ്റ ഇതായിട്ട് ഇങ്ങനെ കിടന്നപ്പോൾ മുറ്റം വെറുതെ ഒന്ന് കല്ല് വെച്ച് ഇങ്ങനെ പടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി കല്ല് വന്നപ്പോൾ, വെട്ടുകല്ല് വന്നപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മളെ ചെറിയച്ഛൻ തന്നെ എന്ത് ചെയ്തു, അതിങ്ങനെ ഒന്ന് കൈ തടയുന്നുണ്ട് കേട്ടോ. അപ്പൂസിന് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയച്ഛൻ തന്നെ മതിലൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റാക്കി തന്നു. അതേപോലെ കണ്ടപ്പോൾ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ കമ്പി ഉണ്ടായിരുന്നു ബാക്കി ബാലൻസ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ കമ്പി വെച്ചിട്ട് നമ്മൾ മതിലങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയില്ല. പിന്നെ നല്ല ഉള്ളിലത്തെ വിശേഷം കാണിച്ചപ്പോൾ അവിടുന്ന് ഉള്ളിന്ന് ഒന്ന് മെല്ലെ കാണിക്കാനേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ടായത്. പിന്നെ വലിയൊരു കാര്യം പറയാനുള്ളത്, അമ്മേൻ്റെ ടീമൊന്ന് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ പറയുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. സന്തോഷമായിട്ടും വിളിച്ചു. ഇപ്പോൾ എപ്പോഴോ കയറ്റിയിട്ടുണ്ട് കീമോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര നേരമായിട്ടും ഇറക്കിയിട്ടില്ല. ചിലപ്പോൾ രാത്രി കുറേ വൈകും, അല്ലെങ്കിൽ രാവിലെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ സമയം വേണമല്ലോ അത് തീരണമെങ്കിൽ. ഒരു ബോട്ടിൽ തീർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബോട്ടിൽ തീരണമെന്നുണ്ടെങ്കിൽ എത്രയോ സമയം പിടിക്കുമെന്ന് അറിയില്ല. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് ആകെ ഇതൊക്കെ ഭയങ്കര വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, AC കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പണ്ടന്നെ അമ്മയ്ക്ക് തണുപ്പ് പറ്റൂല. ഫാൻ തന്നെ കുറേ നേരം കറങ്ങിയാൽ ഭയങ്കര തണുപ്പടിച്ചാൽ ഓഫാക്കാൻ പറയുന്ന ആളാണ്. എന്നിട്ടിപ്പോൾ AC കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഇടങ്ങേറ്. കാരണം ഇവിടെ ഫാന് കറങ്ങിയാൽ എന്നോട് അറിയും മതി ഓഫാക്കി എന്ന് പറയലാണ്. അപ്പോൾ എത്ര ഇടങ്ങേറ് പിടിച്ചിട്ട് ഓഫാക്കി കിടക്കുന്നുണ്ടാകുക. അതൊക്കെ ഭയങ്കര ഇടങ്ങേറ്. ഞാൻ ഒന്ന് കരഞ്ഞ സന്തോഷമായിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് ചീത്ത പറയും. അപ്പം സന്ധ്യച്ച് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പോൾ അമ്മേൻ്റെ ചുമയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചുമയ്ക്കണം. അപ്പോൾ AC കിടന്നിട്ടാണ് തോന്നുന്നത്, തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ വരുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ കേട്ടു. ഞാൻ പറഞ്ഞു സന്ധ്യച്ചിനോട് കട്ടാക്കി കളി പറഞ്ഞു. ഞാൻ അങ്ങനെ ഫോണ് കട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ജനവാതിൽമേലൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ കാണും അവനപ്പോൾ കാണൂല. നാളെ കാണിച്ചു കൊടുക്കാം കേട്ടോ.
കാണുന്നുണ്ടോ? ഇതാണ്ടോ കറുത്ത ഇത് അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ കാണൂല, ഇരുട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നാളെ ഇനി കാണിച്ച് തരണ്ട്. ഇപ്പം ഇപ്പം ഒന്നും കാണാത്തതായി. കോഴിക്കോട് കൂടി അടിച്ചിട്ട് പോവുകയാണ്. നമ്മളെ വീട്ടിലേക്ക് പോകണം. നമുക്ക് കറണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഒന്ന് ഇവിടേക്ക്. അപ്പോൾ കോഴിയൊക്കെ എവിടെ? കോഴി ഉണ്ട് നമുക്കിന്ന്. കോഴി ചാടണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ കണ്ണാണില്ലേ, കുഴി ചാടണ്ട കേട്ടോ. അതെ, ക്യാമറ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. നമ്മൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ അപ്പോസ് ഫ്ലാഷ് ഉണ്ട്. ഈ തിരക്കൊക്കെ കുറച്ചൊന്ന് ലെവലാവട്ടെ. അതിൻ്റെ ശേഷം നമ്മളെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാണ്ട്. ഞാൻ കുറേ ആൾക്കാർക്ക് ലൈക്ക് ഇട്ട് പോയിട്ടുണ്ട്. അതേപോലെ എന്താ നമ്മളെ ഫോണിൽ മെസ്സേജ് കുറേ വന്ന് കിടക്കുന്നുണ്ട്. ഓൽക്കൊന്നും റിപ്ലൈ തരാത്തതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. കാരണം പറഞ്ഞില്ലേ, ഇവിടെ പണിക്കാരുണ്ട്, വീട്ടിൽ 2 ആൾക്കാർ പണിക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. പിന്നെ അതേപോലെ ഇപ്പോൾ ഹോസ്പിറ്റലിലായതിൻ്റെ ശേഷം സന്തോഷേട്ടനും ഒക്കെ എപ്പോഴും വിളിക്കണം. ഞാൻ ഫോൺ കോളിൽ കാത്തിരിക്കണം. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളാ ഫോൺ കോളിന് വേണ്ടി കാത്തിക്കും. ഓരോ വിളിയും കാര്യങ്ങളും നമ്മളിങ്ങനെ കാത്തിരിക്കും. അപ്പം അതും പിന്നെ നമ്മളെ വീട്ടിലേക്ക് അടുത്തുള്ളവരൊക്കെ വിശേഷങ്ങൾ അറിയാൻ വരവും ഓരോയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കലും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെ ഫോൺ നമുക്ക് വല്ലാതെ എടുത്തിട്ട് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല, റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ആരും മറന്നിട്ടില്ല, മറക്കില്ല. നമ്മൾ സാവധാനം ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കും, കമൻറ്റിന് കേട്ടോ. ഫോണ് വിളിച്ചാൽ എടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ കുറച്ചായിട്ട് അത് പറ്റണില്ല. ഞാൻ ഒറ്റയ്ക്കായിട്ട് ഫോൺ ഇവിടെ വെച്ചും കൂടി പോയതല്ല, സന്തോഷേട്ടന് എടുത്തില്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. അപ്പോൾ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാത്തിനുള്ള മറുപടി ആയിട്ട് വരും, ആരും മറക്കൂല കേട്ടോ. അപ്പോൾ നേരെ ഇരുട്ടായി, ഞങ്ങൾക്ക് പേടിയാവും. നമ്മൾ കോഴിക്കോട് അടയ്ക്കുക, നമ്മളെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ വിശേഷം നിർത്തുക ആണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.